പുതിയ ബിസിനസ്സോ? എന്താടത്? വെഡിങ് ഡിസൈനിങ്. നിനക്കതിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പിന്നെങ്ങനാ? അമ്മ ചെയ്യുന്ന ഇവന്റ് മാനേജ്മെന്റ് എങ്ങനെയാ? എങ്ങനെയാണെന്നോ? ഒക്കേഷന് പറ്റിയ ഡെക്കറേഷൻ, ടേസ്റ്റിന് പറ്റിയ ഐറ്റംസ്, കണ്ടു രസിക്കാൻ കൾച്ചറൽ പ്രോഗ്രാംസ്, ഇതെല്ലാം ചേർത്ത് ഒരു ഇവന്റ് ആയിട്ട് ചെയ്താൽ വെഡിങ് ഡിസൈനിങ്. അതെ ആന്റി, മാരേജിന് വേണ്ടി കോടികൾ മുടക്കാനും തയ്യാറാ പലരും. അത് ശരി, പക്ഷെ നിന്നെ വിശ്വസിച്ച് മാരേജ് കോൺട്രാക്ട് ആര് തരും? വിശ്വസിച്ച് തരാൻ ആളുണ്ട്. കമ്മീഷണർ സാർ, നിങ്ങളുടെ വീട്ടിലെ ഓരോ ഫംഗ്ഷനും എൻ്റെ കയ്യിൽ നിന്നാണ് സ്വർണം വാങ്ങിക്കാറ്. ആ ബന്ധം കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ മാരേജിന് ഈ വെഡിങ് പ്ലാനർ കറക്റ്റാ. ഓക്കെ സേഠ്ജി, നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്റെ സ്റ്റൈലിൽ ഒന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ. ആ പയ്യനെവിടെ? നമസ്കാരം ചേട്ടെ. എന്താ വിളിപ്പിച്ചേ? ഞാൻ പറയാം. എന്റെ പേര് സുബ്രഹ്മണ്യം, കമ്മീഷണർ ഓഫീസിലെ സെക്ഷൻ ഓഫീസർ. അച്ഛാ, കമ്മീഷണർ മകളുടെ മാരേജ് വളരെ ഗംഭീരമായിട്ട് നടത്താൻ പരിപാടി. ആ ജോലി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബജറ്റ് നോ ലിമിറ്റ്. സേട്ട് നിങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നാൽ നിങ്ങൾക്കും ബെനിഫിറ്റ്, എനിക്കും ബെനിഫിറ്റ്. എന്ന് വെച്ചാ കല്യാണ മണ്ഡപത്തിന് 10 ലക്ഷം, 20 ലക്ഷം കോട്ട് ചെയ്യാം. പ്രോഫിറ്റിൽ നിങ്ങൾക്കും 50, എനിക്കും 50. ഭക്ഷണത്തിന് 1000, 2000 കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. ഫ്ലവർ ഡെക്കറേഷൻ 5 ലക്ഷം, 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. അതുകൂടാതെ മുബൈ ഖാൻ്റെ ഡാൻസ് പ്രോഗ്രാം, അതിന് 10 ലക്ഷം കോട്ട് ചെയ്യുക. നിങ്ങൾക്ക് 50, എനിക്കും 50. എങ്ങനെയുണ്ട്? ചെരുപ്പൂരി ചെപ്പക്കടിക്കും ഞാൻ. എഴുന്നേക്കടോ. കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ട് കമ്മീഷൻ അടിക്കാൻ നോക്കുന്നോടോ ഏരപ്പാളി. ദോ, ശരിക്കും കല്യാണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ എനിക്ക്? അത് വെറുതെ CD-യിൽ എടുക്കേണ്ടതല്ല, ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാ. മണ്ഡപം എന്ന് പറയുന്നത് ദേവാലയം കണക്കാ. കല്യാണ സദ്യ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ തനിക്ക്? കഴിച്ച് തൃപ്തിയാവുന്നവര് മനസ്സ് നിറഞ്ഞ് ആശീർവദിക്കാനാ. ഇതുവെല്ലാം പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവോ? കഴുതയ്ക്കറിയാമോ കർപ്പൂരത്തിന്റെ വാസന? മാത്രമല്ല കല്യാണത്തിന്റെ ഐറ്റം ഡാൻസ് നടത്തണം. അത് വല്ല ചീപ്പ് ഡയറക്ടർമാരോടും പോയി പറ. സേട്ടോ, ആ കമ്മീഷണർക്ക് ഫോൺ ചെയ്തേ, ഇയാളെ കമ്മീഷനിൽ നിന്ന് പൊളിക്കണം. അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കമ്മീഷണർ. നിങ്ങൾ കമ്മീഷണറോ? സർ, സോറി സർ, എനിക്ക് തെറ്റൊന്നുമില്ല. അത് നിന്റെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടമായി. സേട്ട്, നല്ല പയ്യനെ നിങ്ങൾ സജസ്റ്റ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. മാരേജ് കണ്ടക്ട് ചെയ്യുന്ന ഈ പയ്യൻ തന്നെ. ലുക്ക് ജെന്റിൽമാൻ, ഞാൻ കമ്മീഷണറാണെന്ന് വിചാരിച്ച് നീ നെർവസ് ആകേണ്ട. പ്രോഗ്രാം നന്നായിട്ട് ഈ പേരെടുക്കാൻ നോക്കുക. ഷുവർ സർ. മറ്റു കാര്യങ്ങളൊക്കെ സേട്ടിനോട് സംസാരിച്ചാൽ മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ വരട്ടോ. ശരി സാർ. താങ്ക് യു വെരി മച്ച് സേട്ടു. റാം, നിന്റെ അമ്മയോടുള്ള വിശ്വാസവും നിന്നോടുള്ള സ്നേഹവും കൊണ്ട് ഞാനിത് അറേഞ്ച് ചെയ്തതാ. അത് ഭംഗിയാക്കണം. അത് ഞാൻ പൊളിച്ചോളാം. മാരേജ് അടിപൊളിയാക്കി മൊത്തം ശരിയാക്കി കൈ തരാം. വരണം. കല്യാണത്തിന്റെ ഒരുക്കം കൊണ്ട് വീടങ്ങ് ഷൈൻ ചെയ്യുവാണല്ലോ. ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് ഈ പയ്യനാ. പേര് രാംരാജ്. നമസ്കാരം ചേട്ടാ. കല്യാണത്തിന് ഇനി 10 ദിവസം ബാക്കിയുണ്ടല്ലോ. ഇത്ര നേരത്തെ ആഘോഷങ്ങളൊക്കെ. കമ്മീഷണറുടെ വീട്ടിലെ കല്യാണമല്ലേ, ഹൈടെക് ആവണ്ടേ? നാട്ടുകാരൊക്കെ പറയണം ഇതുപോലൊരു കല്യാണം ഇതുവരെ നടന്നിട്ടില്ലെന്ന്. അല്ല, ഇതാണോ കല്യാണ പയ്യൻ? പുറമേ നല്ല ഗ്ലാമർ ആണല്ലോ. അയ്യോ, 6 പാക്ക് ആണല്ലോ. വേണമെങ്കിൽ 2 കൊള്ളാനുള്ള ശേഷിയൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, ബലം പിടിക്കല്ലേ. ഞാനൊരു തമാശ പറഞ്ഞ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ചൂടായാലെങ്ങനെയാ അല്ലേ? വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഈ സഡൻ മീറ്റിംഗ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്റെ ഗുരുനാഥൻ ശ്രീ സമ്പൂർണാനന്ദ സ്വാമിജി കല്യാണ ചെറുക്കന്റെ ജാതകത്തിൽ ഒരു മേജർ ഡിഫക്റ്റ് ഡിറ്റക്ട് ചെയ്തു. ബോഡിയിൽ ഒരു ഡിഫക്റ്റ് വന്നാൽ മെഡിസിൻ കഴിക്കാം, എന്നാൽ ജാതകത്തിൽ ഒരു ഡിഫക്റ്റ് വന്നാലോ? സൊല്യൂഷൻ ജലം. ജനറൽ വാട്ടറാ മിനറൽ വാട്ടറാ? ഫുൾ. ഇത് ജനറലോ മിനറലോ അല്ല, എറ്റേണൽ. പവിത്ര നദികളിൽ നിന്ന് ശേഖരിച്ച ഈ പുണ്യജലം കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ പൂർണ്ണ കലശം വധു ഉത്തരദിശയിൽ നിന്നുകൊണ്ട് ദക്ഷിണ ദിശയിൽ നിൽക്കുന്ന വരന്റെ കലയ്ക്ക് കൊടുക്കണം. ഇടയ്ക്ക് ആരെങ്കിലും കിഴക്കുന്നു വന്നാൽ തട്ടി താഴെ വീണ് പോവില്ലേ? ഇല്ല, നിങ്ങളുടെ വീട്ടിലുള്ള തുളസി ചെടിക്ക് ഈ പവിത്ര ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം. എന്റെ വീട്ടിൽ അതിന് തുളസിച്ചെടി എവിടാണോ ഇരിക്കുന്നേ? അതിപ്പോ നിങ്ങളുടെ വീട്ടിലുണ്ടാവണമെന്നില്ല, മാർക്കറ്റിൽ കിട്ടുമല്ലോ. അത് മേടിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാ മതി അല്ലേ? താമസിക്കാതെ വധുവിനെ വിളിക്കാൻ നോക്ക്. മോളെ ജാനകി. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുഭുജം പ്രസന്നവദനം സർവവിഘ്നോപശാന്തിയെ. വാങ്ങിക്കോ മോളെ. ഈ കലശം വരന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. മോനെ, വീട്ടിലെത്തുന്നവരെ ഈ കലശം ആരായാലും കൊടുക്കരുത്. താഴെ വീഴാനും പാടില്ല. വീണാൽ നിങ്ങളുടെ മകന്റെ അഡ്രസ് ഇല്ലാതായിപ്പോ. തോന്നിയ ദിവസം പറയാനുള്ള പൂജാരി, താനും തന്റെ ഒരു ശാസ്ത്രവും കയ്യിൽ നിന്ന് പോകാൻ ഇയാളെന്താ കൊച്ചുകുട്ടിയാ? മൂത്ത തന്ത്രി വന്ന് മുഹൂർത്തം കുറിച്ചാലേ ഇടയ്ക്ക് താനും തന്നെ. അയ്യോ, സംഭവിച്ചതിനെ കുറിച്ച് ആലോചിച്ച് നിന്നിട്ട് എന്തിനാ? അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കൂ. അങ്ങേരിത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലല്ലോ. കറക്റ്റാണ് അനിയൻ പറഞ്ഞത്. ഞാൻ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഞങ്ങൾക്ക് ഈ മാരേജ് കസ്റ്റമർക്ക് കിട്ടുന്ന കേവലം ഒരു കോൺട്രാക്ട് അല്ല, ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിശേഷമാണ്.
അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും. വളരെ നന്ദിയുണ്ട്. വിവാഹം കഴിയുന്നതുവരെ നിങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാൻ ഔട്ട് ഹൗസോട് റെഡിയാക്കിയിരിക്കുക. ഇത് ഞങ്ങളുടെ കുട്ടി ജാനകി, കല്യാണ പെണ്ണ്, രാംരാജന്റെ അമ്മ. നമസ്കാരം ആന്റി. നമസ്തേ മോളെ. ലക്ഷണത്തെ കുട്ടി. ഏയ് റാം, നീ എപ്പോഴാ ഇതേപോലെ ഒരു കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അമ്മ സമ്മതിച്ചാൽ മതി. ഈ പെണ്ണിനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ വിഷമിക്കണ്ട, വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരാമെന്നാ പറഞ്ഞത്. ഗെയിമിന്റെ പ്ലാനിങ് കണ്ടിട്ട് ജയ് ഉറപ്പാന്ന് തോന്നുന്നു. പക്ഷെ പന്ത് സ്വന്തം കയ്യിലല്ലല്ലോ. ഗ്രൗണ്ട് ഗ്രാൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കളിച്ചിരിക്കും. വൈകിട്ട് നമുക്ക് പോവാം. നിങ്ങളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇവിടെ എന്ത് വൃത്തികേടായി കാണിക്കണ്? കല്യാണ പെണ്ണിനെ അമ്മാവ പുറത്ത് പറയല്ലേ. നമ്മൾ പോകുന്നത് കല്യാണം നടത്താനല്ല, കല്യാണം മുടക്കാനാ. എന്തോ ആടായി പറയുന്നത്? അതെ അമ്മാവ, ഈ കല്യാണം മുടക്കിയിട്ട് ജാനകിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം അത് വേറൊന്നും അല്ല. കല്യാണ പെണ്ണിനെ എപ്പോ കൊണ്ടുപോകും, എങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ ഉള്ള ആലോചനയായിരുന്നു അല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ ഓരോരോ കോപ്രായം കാണിച്ചോണ്ട്? എന്താടോ രാമരാജൻ, ഇന്ത്യയിലേക്ക് വരുമ്പോ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും കണ്ടില്ലല്ലോ. കല്യാണ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം തന്റെ തലയിലും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ നിന്റെ സംഗതി ഇങ്ങേക്ക് അറിയാവോ? പിന്നറിയാതെ, ഇത് നമ്മുടെ പാർട്ടിയല്ലേ. എന്ത് പാർട്ടി? അതെ, സംഗീത പാർട്ടി. നീ കൂടെ വേണം പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഇനി എത്ര സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. എങ്ങനെ ഈ മാരേജ് തടയുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഇവക്കും അറിയാവോ? മൊത്തം അറിയാം, ചോദിച്ചു നോക്ക്. ഓഹോ, വെരി ഗുഡ്. നിങ്ങൾ എല്ലാരും കൂടെ എന്ത് ചെയ്യും ഇവിടെ? ഹലോ, വാ. നിനക്കറിയാവുന്നല്ലേ, നമ്മുടെ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. പറഞ്ഞു കൊടുക്കടാ, നമ്മൾ എങ്ങനെയാ പെണ്ണിനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ പെണ്ണ് പിടിച്ചോണ്ട് പോവാനോ? അയ്യോ ആന്റി, കല്യാണ പെണ്ണിനെ എങ്ങനെയാ പന്തലിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് ഡിസ്കസ് അല്ലേ? അപ്പൊ ഇവർക്കത് അറിയില്ലേ? എന്താ അത്? അല്ല, അതുകൂടെ ആന്റിക്ക് അറിയില്ലേന്ന്. അമ്മാവാ, എന്താ ഇങ്ങനെയൊക്കെ? ആന്റിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യാനല്ലേ നമ്മളെല്ലാം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ശരിയാ പറഞ്ഞത്. ജാനകി, കാഞ്ചീപുരത്തുനിന്ന് സാരികൾ വന്നിട്ടുണ്ട്. വന്ന് സെലക്ട് ചെയ്യ്. ഓ, അമ്മാവന്റെ വായി തുറക്കാതിരിക്കാൻ വല്ല സ്റ്റാപ്ലർ വെച്ച. എന്റെ വായ മൂടി കെട്ടിക്കോ. പക്ഷെ കല്യാണം നിശ്ചയിച്ച പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്ന തന്തയില്ലാത്ത തരമാ. അതിനാ ഞാൻ കൂട്ടുനിൽക്കാതിരിക്കട്ടെ. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാനായി നമുക്കൊരു അപരനെ വേണം. അപരന? യെസ് സർ. എനിക്ക് ആ വീട്ടിൽ കയറി പറ്റാനും ജാനകിയുടെ കല്യാണം മുടക്കി ആദ്യം ട്രാപ്പ് ചെയ്യാനും എനിക്കൊരു അപരനെ വേണം. മനസ്സിലായി, ഒരു ബലിയാടല്ലേ? നീ ഒരു മനുഷ്യനാണോ മൃഗമാണോ? ആ റൗഡി പത്മനാഭനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അയാളുടെ മകനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അണ്ടർഗ്രൗണ്ടിൽ പോയി. ഇവനാണെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പയ്യനെ ഞാൻ ഇങ്ങി പൊക്കി. അതിന് 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനാണ്ടാ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. 2ാം ക്ലാസ്സിലെ പയ്യനാ? യൂസ്ലെസ് ഫെലോ. അമ്മ, ചേട്ടാ. എന്നെ ചേട്ടാന്ന് 3 നേരവും വെട്ടി വിഴുകുന്നുണ്ടല്ലോ. ഇവന്റെ തലയ്ക്കാൻ തന്നെ ആൾ താമസമില്ലേ? ഇവരൊക്കെ ജീവിക്കുന്ന പോയി ചാകുന്നതാ. ഇവനെ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ ചെറ്റാ മാത്രമേ നിനക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. തൊമ്മൻ, തൊങ്ങൻ, തൊണ്ടിങ്ങൻ, മൈകൂടൻ, മക്കുണ്ണൻ, ഉണ്ണാക്കൻ. മോനെ, അവൻ ശരിക്കും ചത്തുകളഞ്ഞാലോ? എടാ പുണ്ണാക്കുമാടാ, ഞാൻ മനുഷ്യനായതുകൊണ്ടാണ് മദ്യപിക്കുന്നത്. നീ രാക്ഷസനായതുകൊണ്ടാണ് ദിവസവും എന്റെ രക്തം കുടിക്കുന്നത്. നീ ദിവസവും എന്നെ പൊരിച്ച് തിന്നയല്ലേ? ദൈവം ഒരാളുണ്ടെങ്കിൽ എനിക്കൊരു ദിവസം ഉണ്ടാവൂടാ. അന്ന് ഇടിച്ച് നിന്റെ കുരു ഞാൻ പൊട്ടിക്കും. അതെന്റെ ആശയം, ഡ്രീം പ്രോജക്ട്. അവന്റെ ഡ്രീം പ്രോജക്ട് നമുക്ക് ടേക്ക് ഓവർ ചെയ്യാം.